തുടർച്ചയായിട്ടുള്ള 7ാം ദിനവും കേരള ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിട്ട് വാൾട്ടറും പിള്ളേരും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടു. അതാപ്പുന്നത് വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചത്താപ്പച്ച എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ 7 ദിവസത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, ഇഷാ ഷൗക്കത്ത് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ അദ്വൈത് നായർ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമ. ആദ്യവാരം പിന്നിടുമ്പോൾ വേൾഡ് ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ നേടി ചിത്രം മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 7ാം ദിനവും കേരള ബോക്സ് ഓഫീസിൽ 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ 7 ദിവസത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ വാൾട്ടറും പിള്ളേരും കേരള ബോക്സ് ഓഫീസിൽ കൊലത്തൂക്കുക നടത്തിയിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ കമിയറോടുകൂടി ചിത്രത്തിനെത്തിയപ്പോൾ വൻ വിജയം തന്നെ ചിത്രമായി മാറുകയാണ്. 31 കോടി 5 ലക്ഷം രൂപയോളം ചിത്രത്തിന്റെ 6 ദിവസത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ 7ാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷനോടെ ലഭ്യമാകുമ്പോൾ ഏകദേശം 33 കോടിക്ക് മുകളിൽ ചിത്രം ആദ്യവാരം പിന്നിടുമ്പോൾ വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് പിന്നിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് രണ്ടാം ആഴ്ച ചിത്രം 50 കോടി പിന്നിടുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ആഴ്ച 2 വമ്പൻ മലയാള ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തുന്നുണ്ട്. ചിത്രങ്ങൾക്ക് മികച്ച റെസ്പോൺസ് നേടിയ ചത്താപ്പച്ചയുടെ കളക്ഷനെ ബാധിക്കുമെന്ന് കണ്ടുതന്നെയറിയണം. എന്തൊക്കെയാണ് 2026 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമ. കാത്തിരിക്കാൻ ചിത്രത്തിന് 50 കോടി നേടാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.